രാമായണ പാരായണം. രാമായണ പാരായണത്തിനായി മലയാളികൾ പ്രത്യേകം നീക്കിവച്ചിരിക്കുന്ന മാസമാണ് കർക്കിടക മാസം. ഈ ആധുനിക യുഗത്തിലും സാധാരണക്കാരും പണ്ഡിതരും ഒരുപോലെ കർക്കിടകത്തിൽ ഭക്തിയോടെ രാമകഥ പാരായണം ചെയ്യുകയും കേൾക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിന് കാരണമെന്തെന്ന് ചോദിച്ചാൽ രാമകഥയുടെ കാലാതീതമായ മൂല്യം നമുക്ക് മനസ്സിലാകും. രാമായണം ഒരു കാവ്യകൃതി മാത്രമല്ല, ആധ്യാത്മിക ഗ്രന്ഥം കൂടിയാണ്. വേദം തന്നെ വാൽമീകിയിലൂടെ രാമായണമായി ആവിർഭവിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീരാമൻ ഭാരതീയ സംസ്കൃതിയുടെ പ്രകാശ ഗോപുരമാണ്, ഭാരതീയരുടെ പ്രാണനാണ്. ധർമ്മരക്ഷാർത്ഥം ഭൂമിയിൽ അവതരിച്ച പരബ്രഹ്മമാണ് അവിടുന്ന്. ലോക സംരക്ഷണവും ധർമ്മ സംസ്ഥാപനവുമാണ് അവിടുത്തെ അവതാരോദ്ദേശ്യം. ശ്രീരാമൻ്റെ ജീവിതം തന്നെ ധർമ്മത്തിൻ്റെ വ്യാഖ്യാനമാണ്. രാമകഥയാണ് ഭാരതീയ ജനമനസ്സിൽ ഏറ്റവും അധികം ആഴത്തിൽ വേരോടിയിട്ടുള്ള മഹച്ചരിതം. വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമെല്ലാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കഥകളും ലീലകളും സർവത്ര വ്യാപിച്ചു കിടക്കുന്നു. രാമായണം ഒരു ഇതിഹാസമാണ്. മഹാപുരുഷന്മാരുടെ ചരിതങ്ങളും മനസ്സിന് ഇമ്പമുള്ള കഥകളും ഉപാധിയാക്കി ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ നേടാനുള്ള മാർഗം ഉപദേശിക്കുന്നവയാണ് ഇതിഹാസങ്ങൾ. ഐശ്വര്യവും സന്തോഷവും പ്രധാനമാണെങ്കിലും അവയേക്കാൾ പ്രധാനമാണ് ധർമ്മമെന്നും മനുഷ്യജീവിതത്തിൻ്റെ ആന്തരിക ലക്ഷ്യം മോക്ഷമാണെന്നും ഇതിഹാസങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നന്മയുള്ള കഥകൾക്കും ഉപദേശങ്ങൾക്കും ഒരു പ്രത്യേക ശക്തിയുണ്ട്. അവ നൽകുന്ന പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പ്രത്യേകിച്ച് ശ്രമിച്ചില്ലെങ്കിൽ പോലും നിരന്തരമായ ശ്രവണത്തിലൂടെ അത് നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങും, മനസ്സിലും സംസ്കാരത്തിലും ഇഴകിച്ചേരും, നമ്മളെ ശുദ്ധീകരിക്കും, ജീവിതത്തെ പരിവർത്തനപ്പെടുത്തും. അതിനാൽ രാമായണം പോലുള്ള ഉത്തമ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുകയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇളം തലമുറയിൽ മൂല്യങ്ങളും സ്വഭാവഗുണങ്ങളും ദൃഢമാകാൻ ഏറ്റവും സഹായിക്കുന്ന മഹത്തായ കൃതിയാണ് രാമായണം. ധർമ്മനിഷ്ഠയും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവുമെല്ലാം അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും. രാമായണത്തിലെ ആധ്യാത്മികതയും ഭക്തിയുമൊക്കെ ഒരു നിമിഷം മാറ്റിവെച്ചാലും രാമായണം നമുക്ക് കാട്ടിത്തരുന്ന കുടുംബ ബന്ധങ്ങളുടെ ഈടുറപ്പ് തന്നെ മതി അതിനെ അമൂല്യമാക്കാൻ. അച്ഛനമ്മമാരോടുള്ള സ്നേഹം, സഹോദര സ്നേഹം, മാതൃകാ പത്നി ബന്ധം ഇവയെല്ലാം നമുക്ക് രാമായണത്തിൽ കാണാം. ഇക്കാലത്ത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശിഥിലമായി വരികയാണല്ലോ. പ്രായമായ അച്ഛനും അമ്മയും പോലും അനാവശ്യ ഭാരമായി തോന്നുന്ന കാലമാണിത്. അവിടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശവുമായി രാമായണം കടന്നു വരുന്നു. ജീവിക്കുന്ന കുറേ വ്യക്തികളെ മാത്രമല്ല, ഒരു സമൂഹത്തെയും സംസ്കാരത്തെയും രാമായണം നമുക്ക് കാട്ടിത്തരികയാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കും പദവികൾക്കും മീതെ മൂല്യങ്ങൾക്കും ആദർശങ്ങൾക്കുമുള്ള സ്ഥാനമാണ് സംസ്കാരമാണത്. രാമായണം നമ്മുടെ സംസ്കാര വാഹിനിയാണ്. അത് വെറും സാരോപദേശമല്ല. രാമായണം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, അതിൻ്റെ മാധുര്യം നുണയുമ്പോൾ അറിയാതെ ഒരു സംസ്കാരം നമ്മിൽ ഉണരും. അതിനുള്ള ശക്തി രാമായണത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഭാഷകളിൽ, ഇത്രയും ദേശങ്ങളിൽ, ജനഹൃദയങ്ങളിൽ അത് ഇറങ്ങിച്ചെന്നത്. അതിനാൽ രാമായണം പോലുള്ള കഥകളും ധർമ്മമൂർത്തിയായ രാമൻ്റെ ഇതുപോലുള്ള ചരിതങ്ങളും അച്ഛനിലൂടെ, അമ്മയിലൂടെ, കുടുംബങ്ങളിലൂടെ ഇളം തലമുറയിൽ പരക്കട്ടെ. അപ്പോൾ സമൂഹ ജീവിതം അർത്ഥപൂർണമാകും. കർക്കിടക മാസം രാമായണ മാസം.